Good morning, students. At the question, vector A is equal to I plus 2j minus 3k, and vector A plus vector B is equal to 4i minus 2j plus lambda k. If vector A dot B is equal to 4, then the value of lambda value കണ്ടുപിടിക്കണം. Lambda value കണ്ടുപിടിക്കാൻ ഈ vector A തന്നിട്ടുണ്ട്, vector B തന്നിട്ടില്ല. Vector B നമുക്ക് കണ്ടുപിടിക്കണം. Vector B കണ്ടുപിടിക്കാനായിട്ട് vector B is equal to A plus B തന്നിട്ടുണ്ട്. അപ്പോൾ 4i minus 2j plus lambda k minus A എന്നുള്ള കണ്ടു. അപ്പോൾ നമുക്ക് എന്ത് വരും? This is equal to 4i minus 2j plus lambda k minus vector A എന്ന് പറയുമ്പോൾ I plus 2j minus 3k. That is 4i 3i വരും minus 2j അപ്പോൾ minus 4j വരും. ഇവിടെ നമുക്ക് lambda plus 3 into k. അപ്പോൾ നമ്മൾ b കണ്ടുപിടിക്കണം. b നമ്മൾ കണ്ടുപിടിച്ചു. A plus b is equal to 4i minus 2j plus lambda k ആയതിന്റെ പേരിൽ അതിൽ നിന്ന് b നമ്മൾ കണ്ടുപിടിച്ചു. 4i minus 2j plus lambda k minus vector a. അപ്പോൾ നമുക്ക് ഇനി വെക്ടർ a dot b തന്നിരിക്കുന്നത് എന്താണ്? 4 എന്നാണ് തന്നിരിക്കുന്നത്. ഇനി വെക്ടർ a യുടെ വാല്യൂ എത്രയാണ്? വെക്ടർ i plus 2j minus 3k dot വെക്ടർ b എത്രയാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്? 3i minus 4j plus lambda plus 3 into k is equal to 4. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. ഡോട്ട് പ്രൊഡക്റ്റ് നോക്കുമ്പോൾ എന്താ വരും? 3. ഇവിടെ നമുക്ക് മൈനസ് 8, ഇവിടെ നമുക്ക് 3k യുടെ സ്ഥാനത്ത് മൈനസ് 3 ഇൻറ്റു ലാംഡ പ്ലസ് 3 is equal to 4. അപ്പോൾ 3 minus 8 minus 3 into lambda plus 3 is equal to 4. അപ്പോൾ 3 minus 8 എന്ന് പറയുന്നത് എത്രയാണ്? minus 5 is equal to minus 3 lambda minus 9 is equal to 4. അപ്പോൾ minus 5 minus 9 minus 14 minus 3 lambda is equal to 4 വരും. അപ്പോൾ minus 3 lambda എന്ന് പറയുന്നത് എത്ര വരും? minus 18 വരും. Therefore ലാംഡയുടെ വാല്യൂ നമുക്ക് 18 by minus 3 വരും. Therefore ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? minus 6. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ a dot b is equal to 4 ആണ് തന്നിരിക്കുന്നത്. അതായത് വെക്ടർ a ആണ് തന്നിരിക്കുന്നത്, വെക്ടർ b തന്നിട്ടില്ല. വെക്ടർ b കണ്ടുപിടിക്കാനായിട്ട് a plus b എന്ന ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ a plus b എന്ന ഇക്വേഷനിൽ b കണ്ടുപിടിച്ചു. അതിനുശേഷം അവർ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ ലാംഡയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? ലാംഡയുടെ വാല്യൂ -6. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. Next question. If vector A, modulus of vector A is equal to root 14, modulus of vector B is equal to root 10, modulus of vector A minus vector B is equal to root 24, and theta is angle between vector A and vector B. Then cos theta യുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? റൂട്ട് 35 ഡിവൈഡഡ് ബൈ 70, ബി റൂട്ട് 6 by 12, റൂട്ട് 50 ഡിവൈഡഡ് ബൈ 60, റൂട്ട് 210 ഡിവൈഡഡ് ബൈ 35 is 0. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസേഴ്സ് തന്നിരിക്കുന്നത്. ഇത് ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് നോക്കണം. നമുക്ക് മോഡുലസ് ഓഫ് വെക്ടർ എ റൂട്ട് 40 തന്നിട്ടുണ്ട്, മോഡുലസ് ഓഫ് വെക്ടർ ബി റൂട്ട് 10 തന്നിട്ടുണ്ട്, മോഡുലസ് ഓഫ് വെക്ടർ എ മൈനസ് ബി ഈസ് ഇക്വൽ റൂട്ട് 24 തന്നിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മോഡുലസ് ഓഫ് എ മൈനസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു റൂട്ട് 24. നമ്മളത് സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് എ മൈനസ് മോഡുലസ് ഓഫ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 24. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? മോഡുലസ് ഓഫ് എ whole square modulus of b the whole square minus 2 into നമുക്ക് കിട്ടുന്ന ആൻസർ 2 into vector a dot vector b എന്നാണ്. that is equal to 24. ഇനി modulus of a square എത്രയാണ്? modulus of a റൂട്ട് 14 ആണെങ്കിൽ അത് 14 വരും. മോഡുലസ് ഓഫ് ബി റൂട്ട് 10 ആണെങ്കിൽ സ്ക്വയർ ചെയ്യുമ്പോൾ 10 വരും.
minus 2 into vector A dot vector B is equal to 24. അപ്പോൾ ഈ 24 വെട്ടിപ്പെടുന്നു 4 വെട്ടിപ്പെടുന്നു ചെയ്യുമ്പോൾ നമുക്ക് 2A dot B is equal to നമുക്ക് എന്ത് വരും A dot B is equal to 0. A dot B എന്ന് പറഞ്ഞാൽ എന്താണ് AB cos theta is equal to 0 എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും cos theta is equal to 0. അപ്പോൾ നമ്മുടെ cos theta എന്നുള്ള വാല്യൂ എത്രയാണ് ഓപ്ഷൻ E is the correct answer. ഓപ്ഷൻ E ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ് മോഡുലസ് ഓഫ് A minus B is √24 എന്നതിനെ നമ്മൾ സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് A സ്ക്വയർ മോഡുലസ് ഓഫ് B സ്ക്വയർ മൈനസ് 2 ഇൻറ്റു A വെക്ടർ A ഡോട്ട് വെക്ടർ B എന്ന് വരും. അപ്പോൾ നമ്മൾ ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും A dot B is equal to 0. A dot B is equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ് AB cos theta is equal to 0 എന്നാണ്. എന്ന് പറഞ്ഞാൽ cos theta is equal to cos theta എന്താണ് 0 ആണ്. Therefore option E is the correct answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Next question. If vector modulus of vector A is equal to 10, modulus of vector B is equal to 5, then the value of vector A plus 2B dot vector A minus 2B is equal to A 32 B 16 8 4 E 0. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് modulus of vector A 10 modulus of vector B minus 5 then the value of A plus 2B dot A minus 2B is equal to ഇത് നമ്മൾ ചെയ്യാനായിട്ട് ചെയ്താൽ മതി വെക്ടർ A plus 2B dot വെക്ടർ A minus 2B നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടെ മോഡുലസ് ഓഫ് A സ്ക്വയർ മൈനസ് 4 മോഡുലസ് ഓഫ് B സ്ക്വയർ. മോഡുലസ് ഓഫ് എയുടെ വാല്യൂ എത്രയാണ് 10 ആണ്. അതിന് സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര വരും 100. മോഡുലസ് ഓഫ് ബി എത്രയാണ് കിട്ടിയിരിക്കുന്നത് 5 ആണ്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര വരും സ്ക്വയർ ചെയ്യുമ്പോൾ 4 into 25. അപ്പോൾ നമുക്ക് 100 minus 100. Therefore answer 0. ഓപ്ഷൻ E is the correct answer. ഓപ്ഷൻ E ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. എന്റെ ആൻസർ എത്രയാണ് 0 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ E ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. നോട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ.